പറയുന്ന കണ്ടക്ടർ DFI പ്രവർത്തകനാണെന്നും കണ്ടക്ടർ ഫ്രണ്ടിലാണ് ഇരുന്നത്, എന്നിട്ട് അവൻ പുറകിലാണ് ഇരുന്നതെന്നാണ് പറയുന്നത്. സഖാവിനെ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് വിളിക്കുന്നത്, സഖാവേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് വിളിക്കണേ. MLA വരുമ്പോൾ സഖാവെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഫ്രണ്ട് സീറ്റ് അവൻ എണീറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറയുന്നത് ബാക്കിലാണ് ഇരുന്ന്. എനിക്ക് ഞാൻ ഞാനിങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല. ന്യായമുള്ള എൻ്റെ അടുത്ത് കൂടെ നിൽക്കാതെ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല ചേച്ചി, എനിക്ക് സംസാരിക്കാൻ എനിക്ക് വയ്യ, എനിക്കിങ്ങനെ എനിക്ക് വയ്യ. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ റോഷനി ഞാൻ കണ്ടു, അനാവശ്യം പറഞ്ഞു, അപമര്യാദയും പെരുമാറി, അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. എനിക്ക് അതാണ് പറയാനുള്ളത്. പിന്നെ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എങ്ങനെയാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കണത്? നിങ്ങൾ ഏത് ചാനലാണ് ചേച്ചി? കൈരളിയാണോ? ഓ, അപ്പൊ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ല ചേട്ടാ, എനിക്ക് ബുദ്ധിമുട്ട്, എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പാർട്ടി ബേസിലും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്നെ ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. അത് നോക്കണം ചേട്ടാ, നോക്കിയിട്ട് ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയും. ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട്, ഞാൻ വഴിക്കടവാണ് ഷെഡ്യൂൾ ഓടിയത് 1 വർഷത്തോളം. നിങ്ങളെ മീഡിയാസ് ഏത് മീഡിയ എടുത്താലും ഞാൻ പറയുന്നുണ്ട്, വഴിക്കടവ് ഞാൻ ഓടിയിട്ടുണ്ട്. നിലമ്പൂർ വഴിക്കടവ് ഓടി, കോഴിക്കോട് മിന്നൽ ഓടി, അത് കഴിഞ്ഞ് തൃശ്ശൂരാണ് ഇപ്പം ഒരു 3-4 മാസമായിട്ട് തൃശ്ശൂരാണ് ഓടുന്നത്. ഈ പറയുന്ന കണ്ടക്ടർ DFI പ്രവർത്തകനാണെന്നും കണ്ടക്ടർ ഫ്രണ്ടിലാണ് ഇരുന്നത്, എന്നിട്ട് അവൻ പുറകിലാണ് ഇരുന്നതെന്നാണ് പറയുന്നത്. സഖാവിനെ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് വിളിക്കുന്നത്, സഖാവേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് വിളിക്കണേ. MLA വരുമ്പോൾ സഖാവെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഫ്രണ്ട് സീറ്റ് അവൻ എണീറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറയുന്നത് ബാക്കിലാണ് ഇരുന്ന്. അതിലൊന്നും കാര്യമില്ല. ഏതുവായിരുന്നു ഡ്രൈവർ എന്ന് വെച്ചാൽ ഞാൻ തിരക്കിയിട്ടില്ല, ഞാൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇടപെട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ഡേറ്റും ഈ കാര്യവും ഇവർ പറയുന്ന അനുസരിച്ച് എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയാലേ അറിയാവുള്ളൂ. നിങ്ങൾ ഇപ്പൊ എന്ത് KSRTC അന്വേഷിക്കട്ടെ, ന്യായമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ വരികയും യദുവിനെതിരെ ആഭ്യന്തരമായിട്ടുള്ള അന്വേഷണം KSRTC നടത്തുകയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അറിയത്തില്ല, എന്റെ അറിവില്ല. ഏത് കുറ്റക്കാരനെന്ന് KSRTC കണ്ടെത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് ഇതുവരെയും ഈ ഒരു പ്രശ്നമല്ലാതെ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടോ കേട്ടിട്ടോ ഇല്ല. ഞാൻ അങ്ങനെ ഒരു അറിവ് എൻ്റെ ഇല്ല. 2 വർഷമായിട്ട് ജോലി ചെയ്യല്ലേ. മെമ്മറി കാർഡിന്റെ കാര്യത്തിലെ ജീവനക്കാരെ സംരക്ഷിക്കുന്നത് KSRTC ഉത്തരവാദിത്വമാണ്. വകുപ്പ് മന്ത്രി മിണ്ടുന്നില്ല. ജീവനക്കാരെ അങ്ങനെയൊന്നുമല്ല. മെമ്മറി കാർഡ് പോയിട്ടുണ്ടെങ്കിൽ അത് കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. അത് മെമ്മറി കാർഡ് എന്തായാലും കോടതിയിൽ തെളിയിക്കണമല്ലോ. എനിക്കറിയത്തില്ല. മെമ്മറി കാർഡുമായിട്ട് നമ്മളെ ഇപ്പം വണ്ടി തരുമ്പോൾ റിപ്പോർട്ട് ചെയ്ത് വണ്ടിയിൽ ഇന്ന സാധനങ്ങളുണ്ടെന്ന് അവിടുത്തെ ഇൻചാർജാണ് ചെയ്യുന്നത്. ഒപ്പിട്ട് തരേണ്ടതാണ്. ഒരു കാർഡ് തരും. കാർഡാണ് നമ്മളെ താക്കോലായിട്ട് നമ്മൾ കാണുന്നത്. ആ കാർഡ് വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതിൽ ഈ മെമ്മറി കാർഡ് ഉണ്ടോ എന്നല്ല, ബ്രേക്ക് ചെക്ക്, വണ്ടി ഫുള്ള് ചെക്കിങ് എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടാണ് തരുന്നത്. അപ്പോൾ അവർ ചെക്ക് ചെയ്ത് തരണതാണ്. നമ്മൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും നോക്കുന്നില്ല. പിന്നെ കാർഡ് അവരെ ഏൽപ്പിക്കുകയാണ്. ഞാൻ അന്നേ ദിവസം സംഭവം 10:15 വണ്ടി ഇവർ ഈ വിഷയം നടക്കുമ്പോൾ 10:15 10:30 11 മണിയായപ്പം മറ്റേ അവിടെ നിന്ന് വിജിലൻസിൽ നിന്ന് കാൾ വന്നു. ഒപ്പിട്ട് ഞാൻ വണ്ടി അവരെഴുതി ഒപ്പിട്ടതിന് ശേഷം അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. കാർഡ് അവരെ ഏൽപ്പിക്കുകയാണ്. പിന്നെ വണ്ടിക്ക് എനിക്കൊരു അറിവുമില്ല. അടുത്ത ദിവസം സർവീസ് നടത്തിക്കണം. അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. ഈ വാർത്തയിൽ ഞാൻ എയറിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പരിശോധിക്കേണ്ട കാര്യമില്ല. വണ്ടി അവിടെ കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പരിശോധിച്ചു. മെമ്മറി കാർഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഡോറിന്റെ അവിടെ നിന്നിട്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരം.